Good morning everyone. Welcome back to MTM Campus Educational Channel. Today we discuss the topic of Principles of Working Capital Management and Estimation of Working Capital Requirement. രണ്ട് ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റും എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സും. പ്രിൻസിപ്പിൾസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് 4ആണുള്ളത്. പ്രിൻസിപ്പിൾസ് ഓഫ് റിസ്ക് വേരിയേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വിറ്റി പൊസിഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് മെച്യൂരിറ്റി പേയ്മെൻറ്റ്. ഒന്നാമത്തേത് പ്രിൻസിപ്പിൾസ് ഓഫ് റിസ്ക് വേരിയേഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് റിസ്ക് വേരിയേഷൻ പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് റിസ്ക് എന്താണെന്ന് അറിയണം. ഒരു കമ്പനിക്ക് റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ കമ്പനി കൃത്യമായിട്ട് പേയ്മെൻറ്റ് നടത്താൻ കഴിയാത്ത കമ്പനിയാണ്. ഏതിനൊക്കെ? ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് നടത്താൻ കഴിയാതെ വരിക, ഡിവിഡൻഡ് കൊടുക്കാൻ കഴിയാതെ വരിക, ഇൻട്രസ്റ്റ് കൊടുക്കാൻ കഴിയാതെ വരിക, അതേപോലെ തന്നെ ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, ബാങ്കിൽ നിന്നുള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമല്ല, ഡിബഞ്ചറിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് കൊടുക്കാൻ കഴിയാതെ വരിക. ഇതൊക്കെ വരികയാണെങ്കിൽ ആ കമ്പനിയെ റിസ്ക് എന്ന് പറയാം. അപ്പോൾ ഹിയർ റിസ്ക് റെഫേഴ്സ് ടു ദ ഇനബിലിറ്റി ഓഫ് എ ഫേം മെയിൻറ്റെയിൻ ആഡ്വക്കേറ്റ് കറണ്ട് അസറ്റ്സ് ടു പേ ഓഫ് ഇറ്റ്സ് ഒബ്ലിഗേഷൻ. ഒരു കമ്പനി ആ കമ്പനിയുടെ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഡ്വക്കേറ്റ് കറണ്ട് അസറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാതെ ഇത്തരം ഒബ്ലിഗേഷൻസ് കൊടുത്തു വീട്ടാൻ കഴിയാതെ വരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് റിസ്ക് എന്ന് പറയുന്നത്. ആഡ്വക്കേറ്റ് കറണ്ട് അസറ്റ്സ് അവർ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് കൃത്യമായിട്ട് പേയ്മെൻറ്റ് നടത്താൻ കഴിയാതെ വരുന്നത്. Then as the level of working capital in relation to sales decreases, the degree of risk also increases. നമ്മളുടെ കമ്പനിയുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് നമ്മളുടെ കമ്പനിയുടെ ഡിഗ്രി ഓഫ് റിസ്ക്കും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഡിഗ്രി ഓഫ് റിസ്ക് ഇൻക്രീസ് ചെയ്യുന്നത്? സെയിൽസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിഗ്രി ഓഫ് റിസ്ക് ഇൻക്രീസ് ചെയ്യുന്നത് കാരണം when the degree of risk increases, the opportunity for gain and loss also increases. അപ്പോൾ നമ്മളുടെ കമ്പനിയുടെ ലോസ് ഉണ്ടാവാനും ഗെയിൻ ഉണ്ടാവാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ചെയ്ത് വരികയാണ്. അപ്പോൾ റിസ്ക് കൂടുമ്പോൾ നമുക്ക് ലോസ് ആവാനും സാധ്യതയുണ്ട്, അതേപോലെ തന്നെ ഗെയിൻ ആവാനും സാധ്യതയുണ്ട്. ഇഫ് ദ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസസ്, ദ എമൗണ്ട് ഓഫ് റിസ്ക് ഡിക്രീസസ്. സാധാരണഗതിയിൽ ഒരു കമ്പനിയുടെ റിസ്ക് ഡിക്രീസ് ചെയ്യുമ്പോൾ ഒരു കമ്പനിക്ക് റിസ്ക് ഇല്ല എന്ന് പറയുമ്പോൾ ആ കമ്പനിക്ക് കൃത്യമായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് എന്ന് പറയാം. അതായത് റിസ്ക് കുറവുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലാണ്. അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലുള്ള കമ്പനിക്ക് റിസ്ക് കുറഞ്ഞേ കാണുകയുള്ളൂ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറവുള്ള കമ്പനിയാണെങ്കിൽ ആ റിസ്ക് കൂടുതലായിരിക്കും. ദിസ് അഫക്റ്റ് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് ഗെയിൻ ആൻഡ് ലോസ്. ഇത് എന്താണ് എഫക്റ്റ് ചെയ്യുന്നത്? ഒരു കമ്പനിയുടെ ലോസിനും അതിൻ്റെ ഗെയിനിനുള്ള ഓപ്പർച്യൂണിറ്റിക്ക് അഫക്റ്റ് ചെയ്യുന്നു. ലോസ് ഉണ്ടാവാനുള്ള ഓപ്പർച്യൂണിറ്റിയെയും അതേപോലെ തന്നെ ഗെയിൻ ഉണ്ടാവാനുള്ള ഓപ്പർച്യൂണിറ്റിയെയും അതെന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട്. Then the size of the working capital depends upon the attitude of management. മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡിന് അനുസരിച്ചാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം മാനേജ്മെൻറ്റ് എത്രയാണോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നത് അത്ര മാത്രമേ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി മാനേജ്മെൻ്റ് ആണ്. ഇനി നമ്മളുടെ ഈ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? എ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് പ്രിഫർ ടു മിനിമൈസ് റിസ്ക് ബൈ ഹോൾഡിംഗ് ഹയർ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു കൺസർവേറ്റീവ് മാനേജ്മെൻ്റ് ആണെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലുള്ള മാനേജ്മെൻ്റ് ആണെങ്കിൽ അവർ എപ്പോഴും റിസ്ക് മിനിമൈസ് ചെയ്യാനാണ് ശ്രദ്ധിക്കുക. പ്രിഫർ ടു മിനിമൈസ് റിസ്ക് ബൈ ഹോൾഡിംഗ് എ ഹയർ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അവരുടെ റിസ്ക് മിനിമൈസ് ചെയ്തുകൊണ്ട് ഹയർ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ
എന്ത് ചെയ്യുന്നു, ഹോൾഡ് ചെയ്ത് വെക്കുന്നു. ബട്ട് ലിബറൽ മാനേജ്മെൻറ്റ് അസ്യൂംസ് ഗ്രേറ്റർ റിസ്ക് ബൈ റിഡ്യൂസിങ് ദിസ് ലെവൽ. എന്നാൽ ലിബറൽ പോളിസിയാണ് ഒരു മാനേജ്മെൻറ്റ് എടുക്കുന്നതെങ്കിൽ അവർക്ക് റിസ്ക് കൂടുതലായി ഏറ്റെടുത്തുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കുറച്ച് റിഡ്യൂസ് ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക. However, the goal of a management should be that level of working capital which would optimize a firm's rate of return. അതുകൊണ്ട് തന്നെ ഒരു മാനേജ്മെൻറ്റ് ഗോൾ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ, ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് റിസ്ക് വേരിയേഷനിൽ എന്താ പറയുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് വുഡ് ഒപ്റ്റിമൈസ് എ ഫേംസ് റേറ്റ് ഓഫ് റിട്ടേൺ. എന്തിന് അനുപാതികമായിട്ട്, ഒരു ഫാമിൻ്റെ റേറ്റ് ഓഫ് റിട്ടേണിന് അനുപാതികമായിട്ട് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും റിസ്ക് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്തായിരിക്കും, കൂടുതലായിട്ട് ഹോൾഡ് ചെയ്യണം. റിസ്ക് കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് ഹോൾഡ് ചെയ്യുകയും റിസ്ക് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞ രീതിയിൽ ഹോൾഡ് ചെയ്ത് വെച്ച കമ്പനിക്കാണ് റിസ്ക് കൂടുതലുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒപ്റ്റിമമായിട്ടുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റലാണ് എന്ത് ചെയ്യേണ്ടത്, ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത് എന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിസ്ക് വേരിയേഷനിൽ പറയുന്നത്. ഒരു മാനേജ്മെൻറ്റിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് വുഡ് ബി ഒപ്റ്റിമം ടു ഫേംസ് റേറ്റ് ഓഫ് റിട്ടേൺ. പ്രിൻസിപ്പിൾസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. പ്രിൻസിപ്പിൾസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്പനി ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്. സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഏതൊക്കെയാണ്, ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ഇത്രയും ക്യാപിറ്റൽ നമ്മൾക്കുണ്ട്. സോഴ്സസ് ഓഫ് ഫിനാൻസ് ഉണ്ട്. ഇതിനൊക്കെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുകളും ഉണ്ട്. ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഫൈനാൻസിന് ഡിഫറെൻറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മൂവ് ചെയ്യുന്ന റിസ്കിനെതിരെയായിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിസ്കിനെതിരെയായിട്ടാണ് എന്ത് മൂവ് ചെയ്യുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ മൂവ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇവിടെയും ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഹാവ് ഡിഫറെൻറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ ആയിട്ടുള്ള ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ഇവയ്ക്ക് ഡിഫറൻസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്. ഇത് കാണുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മൂവ്സ് ഇൻവേഴ്സ്ലി വിത്ത് റിസ്കിൻ്റെ വിപരീത ദിശയിലാണ് ഇത് മൂവ് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. ഇഫ് ദ റിസ്ക് ഈസ് ഹയർ ദ കോസ്റ്റ് ഓഫ് ലോവർ ആൻഡ് വൈസ് വേഴ്സ. നമ്മുടെ റിസ്ക് കൂടുതലാണെങ്കിൽ കോസ്റ്റ് ലോവർ ആയിരിക്കും. എന്നാൽ കോസ്റ്റ് കൂടുതലാണെങ്കിൽ, കോസ്റ്റ് ഹയർ ആണെങ്കിൽ റിസ്ക് ലോവർ ആയിരിക്കും. ദസ് അഡീഷണൽ റിസ്ക് ക്യാപിറ്റൽ റിസൾട്ട്സ് ഇൻ ദ ഡിക്ലൈൻ ഇൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്നാൽ നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ, റിസ്ക് ക്യാപിറ്റൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമ്മളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്ലൈൻ ആണ് കാണിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലുള്ളത്. കോസ്റ്റും റിസ്ക്കും തമ്മിൽ കുറച്ച് ഇൻവേഴ്സ് റിലേഷനാണ്. കോസ്റ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് റിസ്ക് കുറയ്ക്കും, റിസ്ക് കുറയുമ്പോൾ നമ്മൾ കോസ്റ്റ് കുറയ്ക്കും. അതേപോലെ റിസ്ക് കുറയുമ്പോൾ കോസ്റ്റ് കൂടുകയും ചെയ്യും. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വിറ്റി പൊസിഷൻസ്. ഇക്വിറ്റി പൊസിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇക്വിറ്റി പൊസിഷനിലാണ് എങ്കിൽ, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇക്വിറ്റി പൊസിഷനിലാണ്, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിലാണ്, ഫാമിൻ്റെ ഇക്വിറ്റി പൊസിഷനിലാണ് ആവണം. 30% ഇക്വിറ്റി പൊസിഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതെന്തിനാണ്, അത് നമ്മൾ ഒരു രൂപ പോലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് നമ്മളുടെ കമ്പനിയുടെ വാല്യൂ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ഈച്ച് കോമ്പണന്റ് ഷുഡ് ബി ആഡിക്വേറ്റ്ലി ജസ്റ്റിഫൈഡ് ബൈ ഫേംസ് ഇക്വിറ്റി പൊസിഷൻ. അതായത് നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ചെയ്യുന്നത് ഓരോ ഈച്ച് കോമ്പണന്റ് ഷുഡ് ബി ആഡിക്വേറ്റ്ലി ജസ്റ്റിഫൈഡ് ബൈ ഫേംസ് ഇക്വിറ്റി പൊസിഷൻ. ഒരു കമ്പനിയുടെ ഇക്വിറ്റി പൊസിഷനിലാണ് നമ്മളത് ആഡിക്വേറ്റ്ലി എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്തു പോകുന്നത്. നിങ്ങൾക്കറിയാം, സെയിൽ നടത്തി കഴിഞ്ഞാൽ ടേൺ ഓവർ കിട്ടുന്നു. ടേൺ ഓവർ കിട്ടുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നു. പ്രോഫിറ്റ് കിട്ടുമ്പോൾ റീറ്റെയിൻഡ് ഏണിങ്സ് കിട്ടുന്നു. റീറ്റെയിൻഡ് ഏണിങ്സ് നമ്മൾ അതിനെ കുറച്ച് ഡിവിഡൻഡ് കൊടുക്കുന്നു, ബാക്കി റീറ്റെയിൻഡ് ഏണിങ്സ് ആക്കി വെക്കുന്നു. ആ റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മളുടെ കമ്പനിയുടെ
ക്യാപിറ്റലിൻ്റെ പാർട്ടാണ്. ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ഒരു ഇക്വിറ്റി ഏണിങ്സ് ആണ്. ഈ റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഒരു ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ട് കൂടിയാണ്. നമ്മളുടെ ഡിവിഡൻഡ് കൊടുക്കേണ്ട ഒരു പാർട്ട് കൂടിയാണ്. അത് നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ്, ഫേംസിൻ്റെ ഇക്വിറ്റി പൊസിഷനിലേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. എവരി റുപ്പി ഇൻവെസ്റ്റഡ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി കോൺട്രിബ്യൂട്ട് ടു ദ വെർത്ത് ഓർ വാല്യൂ ഓഫ് ദി ഫേം. നമ്മൾ ₹1 ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, വർക്കിംഗ് ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഷുഡ് ബി വർത്ത് ഓർ വാല്യൂ ഓഫ് ദ ഫേം. ഫേമിൻ്റെ വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ ആ ഫേമിൻ്റെ വെർത്തായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അത് കമ്പനിയുടെ വെർത്ത് ഓർ വാല്യൂ ആയിട്ട് കാണുന്നത് തന്നെ. ദെൻ അപ്പോൾ ഇക്വിറ്റി പൊസിഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമ്മളെന്താണ്, വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ വാല്യൂ ഓഫ് ദി ഫേം ആയിട്ട് മാറുകയാണ്. 4-ാമത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് മെച്യൂരിറ്റി പേയ്മെൻ്റ് ആണ്. നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മെച്യൂരിറ്റി പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മെച്യൂരിറ്റി ആയിട്ടുള്ള പേയ്മെൻറ്റിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അതെപ്പോഴും എങ്ങനെയാവണം, നമ്മൾ അറിയാം നമ്മൾക്ക് വരുന്ന കാശ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രോഡക്റ്റ് വിറ്റാൽ വരുന്ന കാശ്, ആ കാശ് തന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ പുറത്തേ നിന്ന് നമ്മൾ ക്യാഷ് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ടൈംലി പേയ്മെൻറ്റ് നടത്തുക. ടൈംലി പേയ്മെൻറ്റ് നടത്തണമെങ്കിൽ നമുക്ക് എങ്ങനെ ആവണം, റെസീപ്റ്റ് കൃത്യമായിരിക്കണം, കൃത്യ ടൈമിലായിരിക്കണം. അതേ എമൗണ്ട് എടുത്തിട്ട് നമ്മൾക്ക് കൃത്യസമയത്ത് പേയ്മെൻറ്റും നടത്താൻ കഴിയും. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മെച്യൂരിറ്റി പേയ്മെൻറ്റ് അതാണ് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ, ഓൾ എഫേർട്സ് ഷുഡ് ബി മെയ്ഡ് റിലേറ്റ് ടു മെച്യൂരിറ്റീസ് ഓഫ് വർക്കിംഗ് മെച്യൂരിറ്റീസ് ഓഫ് പേയ്മെൻറ്റ്സ് ടു ഇറ്റ്സ് ഫ്ലോ ഓഫ് ഇൻറ്റേർണലി ജനറേറ്റഡ് ഫണ്ട്സ്. നമ്മളുടെ കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്ന ഇൻറ്റേർണലി ജനറേറ്റ് ചെയ്യുന്ന ഫണ്ട്സിൻ്റെ ഫ്ലോൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെച്യൂരിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളത്. അതിന് കൂടുതലായിട്ട് എഫേർട്ട് കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ കമ്പനിയുടെ കമ്പനിക്കുള്ളിൽ നടക്കുന്ന ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ ആയിക്കോട്ടെ ഇൻഫ്ലോ ആയിക്കോട്ടെ, അതിന് നമ്മൾ നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ ദ മെച്യൂരിറ്റീസ് ഓഫ് firm short-term debt instruments and its flow of internally generated funds. കമ്പനിക്കുള്ളിലെ ഇൻറ്റേർണലി ജനറേറ്റഡ് ഫണ്ട്സിൻ്റെ ഫ്ലോകൾ തമ്മിൽ, അത് ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിക്കോട്ടെ അതിൽ പേയ്മെൻറ്റ് ആയിക്കോട്ടെ, അത് തമ്മിൽ ഒരിക്കലും ലീസ്റ്റ് ഡിസ്പാരിറ്റി മാത്രമേ പാടുള്ളൂ. ലീസ്റ്റ് ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു അന്തരം. ഇപ്പോൾ കൊടുക്കുന്നത് 20,000 ആണെങ്കിൽ 18,000 രൂപയാവും നമുക്ക് റെസിപ്റ്റ് കിട്ടേണ്ടത്. അല്ലെങ്കിൽ റെസിപ്റ്റ് കിട്ടേണ്ടത് 20,000 ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് 18,000. അങ്ങനെ ചെറിയതായിട്ടുള്ള ഒരു അന്തരം മാത്രമേ പാടുള്ളൂ. ദിസ് മീൻസ് ദ ക്യാഷ് ഇൻഫ്ലോ ഷുഡ് ബി സഫിഷ്യൻറ്റ് ടു മീറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതായത് നമ്മൾക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ സഫിഷ്യൻ്റ് ആയിരിക്കണം ടു മീറ്റ് ദ ക്യാഷ് ഔട്ട്ഫ്ലോ. ക്യാഷ് ഔട്ട്ഫ്ലോ മീറ്റ് ചെയ്യാനുള്ള സഫിഷ്യൻറ്റ് ഫണ്ട് ക്യാഷ് ഇൻഫ്ലോയിൽ ഉണ്ടാവണം. മനസ്സിലായോ? നമ്മൾക്ക് കിട്ടുന്ന റെസീപ്റ്റ്, ഡെപ്റ്റേഴ്സിൽ നിന്നുള്ള കിട്ടുന്ന റെസീപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റിന് സഫിഷ്യൻ്റ് ആയിരിക്കണം, നമ്മളെ കയ്യിലില്ലാതെ വരരുത്. ദിസ് ഫെസിലിറ്റേറ്റ്സ് ദ ടൈംലി പേയ്മെൻറ്റ് ഓഫ് ഷോർട്ട് ടേം ഡെപ്റ്റ്സ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ കമ്പനിയുടെ ഷോർട്ട് ടേം ഡെപ്റ്റ്സിൻ്റെ പേയ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. ദിസ് ഈസ് ഇൻ ടേൺ എൻഹാൻസസ് ദ ഗുഡ് വിൽ ആൻഡ് ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇത് കമ്പനിയുടെ ഗുഡ് വില്ലിനെയും ക്രെഡിറ്റ് വർത്തിനെസ്സും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 4 പ്രിൻസിപ്പിളാണ് പറഞ്ഞത്. പ്രിൻസിപ്പിൾസ് ഓഫ് റിസ്ക് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമം ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി മെയിൻറ്റെയിൻ ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് ഒബ്ലിഗേഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് നമ്മൾ കൂടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അത്ര അധികം രീതിയിൽ വർക്കിംഗ് ക്യാപിറ്റൽ
നമ്മൾ സൂക്ഷിക്കുന്നില്ല എന്നർത്ഥം. പ്രിൻസിപ്പിൾസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? റിസ്ക് ഹയർ ആകുമ്പോൾ നമ്മൾ ലോവർ ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അത് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റലിന് ഡിഫറെൻറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണുള്ളത്. അതുകൊണ്ട് തന്നെ അഡീഷണൽ റിസ്ക് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞ് വരികയാണ് എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വിറ്റി പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എവരി വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ വാല്യൂ ഓഫ് ദി ഫേമിനാണ്. ഫേമിൻ്റെ വാല്യൂ കൂട്ടുകയാണ് ചെയ്യുന്നത്. നാലാമത്തത് നമ്മൾക്ക് കിട്ടുന്ന ഇൻഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്ഫ്ലോക്ക് തുല്യമായിരിക്കണം. നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോ എന്ന് പറയുന്ന ഡെപ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന കാശ്, ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന കാശ്, പേയ്മെൻറ്റ്സ്, ഇതൊക്കെ തുല്യമായിരിക്കണം. രണ്ടും അന്തരം ഉണ്ടാവാൻ പാടില്ല. കൂടുതൽ എന്താ പറയുക, ഡെപ്റ്റേഴ്സിന് കൊടുക്കാനുള്ളത് കുറവും ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളത് കൂടുതലും ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? അത് കമ്പനീനെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകും. അത് കമ്പനിയുടെ ഗുഡ് വില്ലും ക്രെഡിറ്റ് വർത്തിനെസ്സും കുറയ്ക്കും. എന്നാൽ ഡെപ്റ്റേഴ്സ് തരുന്നത് കൃത്യമായിട്ട് കൂടുതലായിട്ട് കിട്ടുകയും അതിനനുസരിച്ച് നമ്മൾ പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗുഡ് വില്ലും കൂടും, ക്രെഡിറ്റ് വർത്തിനെസ്സും കൂടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, അല്ലെ എസ്റ്റിമേഷൻ ഓർ ഡിറ്റർമിനേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. എന്താണ് എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്? നമ്മൾ ഒരു കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ requirement എന്ന് പറഞ്ഞാൽ. A large number of factors will have to be considered while estimating the working capital required. In case of a manufacturing company, the following factors should be ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ഒരു കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിലുള്ള ഫാക്ടേഴ്സാണ് ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സാണ് താഴെ പറയുന്നത്. ഒന്നാമത്തത് ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ഓൺ മെറ്റീരിയൽ, വേജസ് ആൻഡ് ഓവർ ഹെഡ്സ്. ഒരു കമ്പനിയുടെ മെറ്റീരിയലിൻ്റെ മുകളിലും വേജസിൻ്റെ മുകളിലും ഓവർ ഹെഡിൻ്റെ മുകളിലുമുള്ള ടോട്ടൽ കോസ്റ്റ് കൺസിഡർ ചെയ്യണം. അതെത്രയാണ് ടോട്ടൽ കോസ്റ്റ് എത്രയാണ് ഇൻകർ ചെയ്തിട്ടുള്ളത് അത് കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ഒരു മാനുഫാക്ചറിങ് കമ്പനി അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തത് ലെങ്ത് ഓഫ് ദി ടൈം for which raw material are to remain stores before they are issued to for production. അതേപോലെ തന്നെ റോ മെറ്റീരിയൽ സ്റ്റോഴ്സിൽ പോകുന്നത് പ്രൊഡക്ഷന് അയക്കുന്നതിന് മുന്നേ അവർ സ്റ്റോഴ്സിലേക്ക് പോകുന്നതിനുള്ള ടൈം ഗ്യാപ്പ് എത്രയാണ്? ലെങ്ത് ഓഫ് ദ ടൈം ഫോർ റോ മെറ്റീരിയൽ ആർ ടു റിമൈൻ ഇൻ സ്റ്റോഴ്സ്. അതായത് പ്രൊഡക്ഷന് മുന്നേ റോ മെറ്റീരിയൽ വാങ്ങിച്ചത് എന്തിൽ പോകും? സ്റ്റോഴ്സിൽ പോകും. അത് എത്ര സമയം റോ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് സ്റ്റോഴ്സിൽ എത്ര കാലം ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ ടൈം കൺസിഡർ ചെയ്തിട്ട് ലെങ്ത് ഓഫ് ദി ടൈം കൺസിഡേർഡ് ഫോർ ദി മാനുഫാക്ചറിങ് കമ്പനി ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊഡക്ഷന് മുൻപേ പോകുന്നതിന് മുമ്പേ ഇതിന് എത്ര ടൈം എടുക്കുന്നു എന്നുള്ളത് കൺസിഡർ ചെയ്യണം. മൂന്നാമത്തത് ലെങ്ത് ഓഫ് ദി പ്രൊഡക്ഷൻ സൈക്കിൾ ഓർ വർക്കിംഗ് പ്രോഗ്രസ്, ദ ടൈം ടേക്കൺ ഫോർ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. മൂന്നാമത് പറയുന്നത് ഇവരുടെ പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ ടൈം ലെങ്ത് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ എന്തായി മാറുകയാണ്? ഫിനിഷ്ഡ് ഗുഡ്സായി മാറാനുള്ള ടൈം എത്ര എടുക്കുന്നുണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്യുകയാണ്. നാലാമത്തത് ദ ലെങ്ത് ഓഫ് ദി സെയിൽസ് സൈക്കിൾ ഡ്യൂറിങ് വിച്ച് ഫിനിഷ്ഡ് ഗുഡ്സ് ആർ ടു ബി കെപ്റ്റ് വെയിറ്റിംഗ് ഫോർ സെയിൽ. നാലാമത്തത് പറയുന്നത് സെയിൽസ് സൈക്കിളാണ്. സെയിൽസ് സൈക്കിളിൻ്റെ ലെങ്ത്താണ് അവർ കൺസിഡർ ചെയ്യുന്നത്. സെയിൽസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് സെയിൽസിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനുള്ള ടൈം. നമ്മളുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയി അത് സ്റ്റോറിൽ കയറ്റി അത് ആ ഫിനിഷ്ഡ് ഗുഡ്സ് എത്ര ടൈം എടുക്കുന്നുണ്ട് സെയിലിന് പോകാൻ വേണ്ടിയിട്ട്, അതാണ് അതിൻ്റെ ലെങ്ത്താണ്, അതിൻ്റെ ടൈമാണ്, ലെങ്ത് ഓഫ് ദി ടൈമാണ് എന്തെന്ന് പറയുന്നത് നാലാമത്തെ പോയിന്റ്. അത് കൺസിഡർ ചെയ്യണം ഒരു വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന്. അഞ്ചാമത്തത് ആവറേജ് പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് നമ്മൾ ക്രെഡിറ്റ് പീരീഡ് കൊടുത്ത ആ ഏവറേജ് പീരീഡ് എത്രയാണ്?
എത്രയാണ് അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഡെപ്റ്റേഴ്സിനാണ് നമ്മൾ എന്ത് കൊടുക്കാറ്, ക്രെഡിറ്റ് പീരീഡ് കൊടുക്കാറ്. അത് എത്ര ടൈമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. ആറാമത്തത് എമൗണ്ട് ഓഫ് ക്യാഷ് റിക്വയർഡ് ടു മീറ്റ് ദ ഡേ ടു ഡേ എക്സ്പെൻസസ്. ഒരു ഡേ ടു ഡേ എക്സ്പെൻസസിന് ആവശ്യമായ ക്യാഷ് എത്ര ആവശ്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യം കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഒരു മാനുഫാക്ചറിങ് ഫാം ആണെങ്കിൽ ആ മാനുഫാക്ചറിങ് ഫാമിന് ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ് ആവശ്യമുള്ളത് എന്നുള്ളത് അവർ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഏഴാമത്തത് ആവറേജ് എമൗണ്ട് ഓഫ് ക്യാഷ് റിക്വയർഡ് ടു മേക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് ഇഫ് എനി. അതേപോലെ തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കുന്ന കമ്പനി ആണെങ്കിൽ ആ അഡ്വാൻസ് പേയ്മെൻറ്റിന് എത്ര ആവറേജ് എമൗണ്ട് ആവശ്യമുണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. എട്ടാമത്തത് ടൈം ലാഗ് ഇൻ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആൻഡ് അതർ എക്സ്പെൻസസ്. പിന്നെ ഏതെങ്കിലും തരത്തിൽ അവർ വേജസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പെൻസസ് കൊടുക്കാനോ അവർ ടൈം ലാഗ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതും കൺസിഡർ ചെയ്യേണ്ടതുണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത്. നയൻത്ത് പോയിന്റ്, ദ ആവറേജ് പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലയേഴ്സ്. സപ്ലയേഴ്സ് നമ്മൾ കമ്പനിക്ക് കൊടുക്കുന്ന ക്രെഡിറ്റ് പീരീഡ് എത്രയാണ്, അത് ആവറേജ് പീരീഡ് സപ്ലയേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ് ഇവിടെ നമ്മുടെ കമ്പനിക്ക് നൽകുന്ന ആവറേജ് ക്രെഡിറ്റ് പീരീഡ് എത്രയാണ് അത് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. 10th പോയിന്റ്, എമൗണ്ട് ടു ബി പ്രൊവൈഡഡ് ഫോർ കണ്ടിൻജൻസീസ്. കണ്ടിൻജൻസീസിന് വേണ്ടിയിട്ട് നമ്മൾ എമൗണ്ട് എത്രയാണ് മാറ്റി വെച്ചിട്ടുള്ളത് അതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു മാനുഫാക്ചറിങ് ഫേം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് ഈ 10 പോയിന്റുകൾ കൺസിഡർ ചെയ്യാറുണ്ട്. നമ്മളിന്ന് 2 ടോപ്പിക്കാണ് പഠിച്ചത്. പ്രിൻസിപ്പിൾസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ദെൻ രണ്ടാമത്തത് എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്.